ഇന്ന് പഴയ നിയമത്തിൽ നിന്നൊരു വചനഭാഗമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2 സാമുവേൽ 11 അധ്യായം. നമുക്കറിയാം, ബൈബിളില് ഒത്തിരി പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുണ്ട്. അബ്രഹാം, യാക്കോബ്, മോശ, ദാവീദ്. ഇതാണ് ഒരു ലൈൻ ഇങ്ങനെ പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം. ഈ കഥ പുരോഗമിക്കുന്നത് അബ്രഹാം കഴിയുമ്പോൾ അത് യാക്കോബിലേക്ക് പോകും, യാക്കോബ് കഴിയുമ്പോൾ മോശയിലേക്ക് പോകും, മോശ കഴിയുമ്പോൾ പിന്നെ ദാവീദാണ് പിന്നെ ഒരു സുപ്രധാന കഥാപാത്രമായിട്ട് വരുന്നത്. പക്ഷെ ഈ യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളാണ് ഈ പറഞ്ഞ 4 പേരും. പുതിയ നിയമം അതുകൊണ്ട് ഇവരിലൂടെയാണ് ക്രിസ്തുവിനെ മിശിഹായായിട്ട് അവതരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നത്. പുതിയ നിയമത്തിന്റെ ഒരു ദാവീദിന്റെ പുത്രൻ, അല്ലെ, മോശയെ പോലെ ഒരുവൻ, യാക്കോബിന്റെ ആ ഒരു ബീജം, അങ്ങനെയൊക്കെ പറഞ്ഞ്, അബ്രാഹത്തെ പോലെ വിശ്വാസം, അങ്ങനെയൊക്കെ പറഞ്ഞ് ക്രിസ്തുവിലേക്ക് എത്തും. അപ്പൊ നമ്മൾ കാണുന്നത് ഈ ബൈബിളിന്റെ ഒരു സത്യസന്ധതയും കൂടി നമ്മൾ കാണും. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ അതിന്റെ ഒരു പരാമർശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ മഹത്വവൽക്കരിക്കല്, ഞാൻ ശ്രദ്ധിക്കായിരുന്നു, ഫീസ്റ്റിന് ബർത്ത്ഡേക്കൊക്കെ എന്നെ പറ്റി പറയുന്നതൊക്കെ നന്മയായിരിക്കും, അല്ലെ. അതേസമയം നിങ്ങൾ മാറിക്കഴിയുമ്പോൾ വേണമെങ്കിൽ കുറ്റം പറയും. അത് നമ്മളൊക്കെ അങ്ങനെയാണ്. അത് ആളുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ പറയും അടിപൊളി, ഇടിപൊളി, ഇടിവെട്ട് എന്നൊക്കെ പറയും. അത് കഴിയുമ്പോൾ നമ്മൾ ഉള്ള കാര്യവും പറയും. അത് നമ്മുടെയൊക്കെ എല്ലാവരുടെയും സ്വഭാവമാണ്. എന്നെ പറ്റി ഞാനും നിങ്ങളെ പറ്റി ഞാൻ പറയുമ്പോൾ ഇതേപോലെയൊക്കെ പറയും. അത് ഒരു സിൻസിയറിറ്റി ഇല്ലാത്തൊരു കാര്യമാണെന്ന് നമുക്കറിയാം. മുഖത്ത് ഈ കാര്യം പറയുന്നതാണ് അച്ഛൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നീ ഇങ്ങനെയാന്ന് പറയുന്നതാണ് സിൻസിയറിറ്റി. നമ്മൾ പേടിക്കുന്നത് പറഞ്ഞാൽ വിഷമാവോ, മുഖം വാടുവോ, അല്ലെങ്കിൽ തന്നെ മുഖം വാടിയിരിക്കുകയാണ്, ഇനി വാടുവോ, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് താങ്ങാനുള്ള കെൽപ്പില്ല, വേണ്ട എന്ന് നമ്മൾ മാറും. അതൊരു പക്ഷെ ഭീരുത്വമായിട്ട് ചിലപ്പോൾ കണക്കാക്കുന്നവരുണ്ട്. അതേസമയം ബൈബിള് ഇവിടെയാണ് ബൈബിളിന്റെ ഒരു സത്യസന്ധത കാണിക്കുന്നത്. ഓണസ്റ്റി എന്ന് പറയും. എന്താണെന്ന് വെച്ചാല് അബ്രാഹാം എന്തായിരുന്നോ അത് അങ്ങനെ തന്നെ പറയും. യാക്കോബ് എന്താണോ കുതികാല് പിടിച്ചവനോ വെട്ടിയവനോ ആണ്, ചേട്ടനെ പറ്റിച്ചവനാന്ന്, എന്നിട്ട് ഇയാളാണ് ആരായി മാറുന്നത്, പിതാമഹനായിട്ട് മാറുന്നത് തന്നെ പറയും. മോശ അതുപോലെ തന്നെ, മോശയുടെ ഷോർട്ട് കമ്മിങ്സ്, അല്ലെ, മോശയുടെ വൈകാരിക തലങ്ങളുടെ അതിന്റെ പ്രശ്നങ്ങളൊക്കെ പറയും. ഇനി ദാവീദിനെ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്നേക്കുന്നതാണ്. അതായത് ദൈവത്തിന്റെ ഹൃദയാഭിലാഷം അറിഞ്ഞവൻ എന്നൊക്കെയാണ് പറയുന്നത്. ദൈവത്തിന്റെ ഹൃദയാഭിലാഷം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ദാസൻ. 1 സാമുവേല് ഈ സാവൂളിനെ തിരസ്കരിക്കുമ്പോൾ പറയുന്നത് അതാണ്, എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരുവനെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു, അതുകൊണ്ട് നിന്നെ എനിക്കിനി വേണ്ടാന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരുവൻ ഈ ദാവീദ്, ശ്രേഷ്ഠനായ രാജാവ്, ജെറുസലേമിനെ ശക്തിപ്പെടുത്തി ഈ ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ചവൻ. അവന്റെ ജീവിതത്തിൽ വന്ന വലിയൊരു വീഴ്ചയെ ബൈബിള് തമസ്കരിക്കാതെ, വൈറ്റ് വാഷ് ചെയ്യാതെ അങ്ങനെ തന്നെ അവതരിപ്പിക്കുന്നു. അതാണ് ബൈബിളിന്റെ സത്യസന്ധത. വേണമെങ്കിൽ പറയാം, ബൈബിളില് ദാവീദ് ഇങ്ങനത്തെ ഒരുവനല്ലായിരുന്നു, അവൻ ബത്ശബ ഇങ്ങോട്ട് വന്നു കയറിയതാണ്, അങ്ങനെയൊന്നുമല്ല പറയണേ. മറിച്ച് ഇവൻ അങ്ങോട്ട് തന്നെ ചെന്നതാണെന്ന് പറയാം. അതാണ് ബൈബിളിന്റെ സത്യസന്ധത. ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, അധികാര സ്ഥാനത്ത് ഇരിക്കുന്നവർ കുറ്റം ചെയ്യുമോ ഇല്ലയോ, അവരുടെ ആ കുറ്റങ്ങളെ നമ്മൾ എന്താണ്, എങ്ങനെ സമീപിക്കണം, അവരെ മനുഷ്യരുടെ തെറ്റുകളായിട്ട് തന്നെ കാണേണ്ടി വരും. പക്ഷെ അതിന്റെ ഗൗരവം, അതിന്റെ ആഴം എന്താണെന്നൊക്കെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു വചനഭാഗമാണിത്. ഇത് ഒരുപാട് ഡൈനാമിസം, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം തന്നെ ഇനി അങ്ങോട്ട് പരാമർശ വിഷയമാകുന്നുണ്ട്. സങ്കീർത്തനങ്ങളിൽ ദാവീദിന്റെ വിലാപം, ദൈവമേ എന്നിൽ കനിയണമേ, എന്നോട് കരുണ തോന്നണമേ, അതിന്റെ കാരണം ഈ ഒരു സങ്കീർത്തനം, അല്ല, ഈ ഒരു പ്രമാദമായൊരു വിഷയമാണ്. ദാവീദിന്റെ പ്രൈവറ്റ് ലൈഫിൽ നടന്നൊരു കാര്യം എങ്ങനെയാണത് ഒരു പബ്ലിക് ഈവന്റ് ആയിട്ട്, അല്ലെങ്കിൽ തലമുറകള് ധ്യാന വിഷയമാക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയത്. അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളെ ഈ നോമ്പുകാലത്ത് സജീവമായിട്ട് ചിന്തിക്കാൻ, മനുഷ്യന്റെ ശരീരത്തിന്റെ മോഹങ്ങള് അത് എത്ര നമുക്ക് അവസരങ്ങൾ ലഭിച്ചാലും അത് ശമിക്കപ്പെടുകയില്ല. അവിടെ ഇതൊക്കെ തിരിച്ചറിയാനും, നമ്മളൊക്കെ വെറും മനുഷ്യരാണ്. ഒരുപക്ഷെ പൊള്ളയായ കുറെ കാര്യങ്ങൾ, നമ്മൾ ഏച്ചുകെട്ടലുകള്, വിശുദ്ധി, ഭക്തി എന്നൊക്കെ പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ എന്താണ് എന്നുള്ളതിനൊക്കെ വെളിച്ചം വീശുന്ന ഒരു കാര്യമാണ് ദാവീദിന്റെ കഥ. അതുകൊണ്ട് ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ തന്നെ ജീവിതമായിട്ട് അതിനെ എടുക്കുക. ഒരു പാഠഭേദം അല്ലെങ്കിൽ പരിച്ഛേദം എന്നൊക്കെ പറയും. ഓക്കെ, നമ്മൾ കഥ തുടങ്ങുന്നത് അടുത്ത വസന്തത്തില്. കഥ തുടങ്ങുമ്പോൾ എപ്പോഴും നരേറ്റീവ് എന്ന് പറയും, വിവരണം. അപ്പൊ അവര് അതിന് ഉതകുന്ന വാക്കുകളൊക്കെ പറയും. അടുത്ത ദിവസം, അല്ലെ, അടുത്ത വസന്തത്തിൽ രാജാക്കന്മാര് യുദ്ധത്തിന് പോകാനുള്ള സമയത്ത് ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് യോവാബിനെ, തന്റെ സേവകന്മാരെ, ഇസ്രായേൽ സൈന്യം മുഴുവനെ അയച്ചു. ഈ വസന്തത്തിലാണ് രാജാക്കന്മാര് യുദ്ധത്തിന് പോകുന്നത്. അതെന്താന്ന് ചോദിച്ചാല് ശൈത്യകാലം കഴിഞ്ഞിട്ടാണ് വസന്തം വരുന്നത്. നമുക്കറിയാമല്ലോ, നമ്മള് ക്രിസ്മസ് കാലഘട്ടമൊക്കെ ശൈത്യകാലമാണല്ലോ. അത് കഴിഞ്ഞ് ഇതിപ്പോ
വസന്തകാലം വന്നു, എവിടെയും പൂക്കളും പുല്ലും തഴച്ചു വളരുകയും എവിടെയും ഒരു സൗന്ദര്യമാണ് എല്ലായിടത്തും, ജീവന്റെ തുടിപ്പ്. എന്തുകൊണ്ടാണ് ശൈത്യകാലത്ത് യുദ്ധത്തിന് പോകാത്തത്? രാജാക്കന്മാരുടെ സ്ഥിരം വിനോദമാണ് യുദ്ധത്തിന് പോവുക. വിനോദമല്ല, അവരുടെ ഒരു ഡ്യൂട്ടിയാണ്. കാരണം ഇപ്പോഴും ഈ നാട്ടുരാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമായിരിക്കും. അതായത് ഭാര്യയുടെ എന്തെങ്കിലും കട്ടുകൊണ്ടുപോയി അടുത്ത രാജ്യത്തുള്ള ഒരാളാകും, പിന്നെ അതൊരു യുദ്ധമായിട്ട് പ്രഖ്യാപിക്കും. അതൊരു നാഷണൽ ഇവന്റായി മാറും. രാജ്ഞിയുടെ ബ്ലൗസ് കട്ടുകൊണ്ടുപോയത് ഒരു നാഷണൽ ഇവന്റ് ആയിട്ട് മാറും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെയാണ് യുദ്ധങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാം, വാഗ്ദാന പേടകം കട്ടുകൊണ്ടുപോയി, മോഷ്ടിച്ചുകൊണ്ടുപോയി ഇപ്പൊ യുദ്ധത്തിന് പോകുന്നതൊക്കെ ഉണ്ട്. അതുപോലെ യുദ്ധം സാധാരണമായിരുന്നു. പിന്നെ രാജാവിന്റെ ഒരു 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 ഹോബിയും കൂടിയാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. യുദ്ധം ചെയ്തില്ലെങ്കിൽ വേട്ടയ്ക്ക് പോകും. കാരണം അവന്റെ വിറിലിറ്റി, ധൈര്യം ഇതൊക്കെ കാണിക്കാം. രാജാവിന്റെ ഒരു സംഭവമാണ്. അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഒരു മീച്ചം ഉണ്ടാവില്ല. യുദ്ധമൊന്നും ജയിക്കാത്ത രാജാവ് ഈ പല്ലു കൊടിഞ്ഞ സിംഹം പോലെയൊക്കെ ഇരിക്കും. ഇപ്പൊ ചില ഒരു ഭർത്താവിനോടുള്ള മനോഭാവം കണ്ടില്ല, രണ്ട് പെടയൊക്കെ തരുമ്പോ ഒരു സന്തോഷം, ഒരു കൊള്ളാം, ബഹുമാനിക്കും. ഇല്ലെങ്കിൽ ഒരു ഒരു വിലയില്ലാത്ത പോലെ, എന്ന് വെച്ചാൽ വിറിലിറ്റി, അതൊക്കെ ചിലവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ യുദ്ധത്തിന് പോകാൻ ഈ ശൈത്യകാലത്തിൽ പറ്റാത്തതിന്റെ കാരണം അത് മഴയുള്ള സമയമൊക്കെ ആയിരിക്കും. പിന്നെ ശൈത്യം മൂലം യാത്ര ഇങ്ങനെ, അതായത് ക്യാമ്പയിനിങ്, യുദ്ധത്തിന് പോകുന്ന അതൊക്കെ ദുഷ്കരമായിരിക്കും. അതുകൊണ്ട് പൊതുവിലൊരു തീരുമാനമാണ് ആ സമയത്ത് യുദ്ധം ഉണ്ടാവില്ല. അപ്പൊ വസന്തം തുടങ്ങിയാല് പിന്നെ യുദ്ധങ്ങളായിരിക്കും. അപ്പൊ എല്ലാ രാജാക്കന്മാരും ആ സമയത്ത് യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഈ ദാവീദ് എന്താ ചെയ്തെന്ന് നോക്കി, അവന്റെ ശൈത്യകാലം കഴിഞ്ഞിട്ടില്ല. ഈ ഹിബർനേഷൻ എന്നൊരു പദം നമ്മൾ ഈ ജന്തുശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ സുവോളജിയിൽ. ഹിബർനേഷൻ, മഞ്ഞുകാലത്ത് ഈ ബുറോ എന്ന് പറയും. ഈ കുഞ്ഞു കുഞ്ഞു അണ്ണാൻ പോലുള്ള മൃഗങ്ങളൊക്കെ എന്ത് ചെയ്യും, അവര് ഈ ധാന്യങ്ങളും അതുപോലെ തന്നെ പഴങ്ങളും വിത്തുകളൊക്കെ ശേഖരിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു പൊത്തുകളിൽ ഇങ്ങനെ ഒളിച്ചിരിക്കും. എന്നിട്ട് ശൈത്യം കഴിയുമ്പോൾ തിരിച്ചു വരും. അതാണ് അവര്, അങ്ങനെയാണ്. പക്ഷേ ഈ ഇദ്ദേഹം ദാവീദ് ശൈത്യകാലം കഴിഞ്ഞിട്ടും വസന്തകാലം വന്നിട്ടും യുദ്ധത്തിന് പോകാതെ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? പുള്ളിക്കാരൻ സ്വന്തം സുഖത്തിലേക്ക് മാത്രം രമിക്കാൻ അല്ലെങ്കിൽ പിൻവാങ്ങിയിരിക്കും. അതാണ് ദാവീദിന്റെ ഒരു ഇവിടെ അടയാളപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇസ്രായേൽ സൈന്യത്തെ മുഴുവൻ അയക്കുകയാണ്, യുദ്ധത്തിന് അയച്ചു. അപ്പൊ അവര് ഭംഗിയായിട്ട് രാജാവിന്റെ ആ ഒരു ഒരു ആശംസയും എന്താ പറയാ അനുഗ്രഹം കൊണ്ട് അവർ യുദ്ധത്തിന് പോയി. കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നു, അഡ്വാൻസിങ്. പക്ഷേ രാജാവ് ഇവിടെ എന്താണ് ചെയ്യുന്നത്? അവന്റെ പ്രൈവറ്റ് ലൈഫിലേക്ക് അപ്പോൾ കഥ വെളിച്ചം വീശുകയാണ്. അതായത് സൈന്യം മുഴുവൻ രാജ്യത്തിന്റെ ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കേണ്ട രാജാവ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാല്, അവൻ ആദ്യം തന്നെ അവൻ ഉറങ്ങുകയാണ്. നല്ല സുഖസുഷുപ്തി. സ്വാഭാവികമായിട്ട് നല്ല ഭക്ഷണം കഴിഞ്ഞിട്ടായിരിക്കും ഉറങ്ങുക, അല്ലെ? നല്ല ഫീസ്റ്റ്, ആഘോഷമായ ഭക്ഷണം കഴിഞ്ഞിട്ടായിരിക്കും ഉറങ്ങുന്നത്. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ അവനെ കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സ്ത്രീ കുളിക്കുന്നത് കാണുകയാണ്. ഒരു കുളിസീനാണ് അവിടെ ഒരു പ്രശ്നമായിട്ടും. അപ്പൊ രാജാവ് കാണുന്നത് ഒരു സുന്ദരിയായ ഒരു സ്ത്രീ കുളിക്കുന്നതാണ് കാണുന്നത്. ഇവിടെ നമ്മൾ ഒരു പക്ഷെ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ ദാവീദിൽ ഒരു പക്ഷെ പാപത്തിനുള്ള തലങ്ങൾ ആരംഭം കുറിക്കുകയാണ്. പ്രലോഭനം തീർച്ചയായിട്ടുണ്ട്. പക്ഷെ പ്രലോഭനത്തിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ വീഴ്ചയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങൾ എന്താന്ന് ചോദിച്ചാല്, നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം ഇതാണ്. ദൈവത്തിന്റെ ഹൃദയാഭിലാഷം അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടവനായിരുന്നു രാജാവായ ദാവീദ്. കാരണം ദൈവത്തിന് പകരമായിട്ടാണ് അവൻ രാജാവായിട്ട് മാറുന്നത്. 1 സാമുവേൽ 11, അതാണ് 8ാം അധ്യായം. ജനം മുറവിളി കൂട്ടുന്നു, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. അപ്പൊ സാമൂല് പറയുന്നത്, നിങ്ങൾക്ക് എന്തിനാ രാജാവ്? യഹോവയാണ് നിങ്ങളുടെ രാജാവ്. അവർ പറഞ്ഞു, നോ നോ നോ, മറ്റു രാജ്യങ്ങൾക്കൊക്കെ രാജാവാണ്. അപ്പൊ സാമൂല് പറയും, രാജാവ് വന്ന പ്രശ്നമാണ്, നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന ഇതൊന്നും കിട്ടില്ല. രാജാവിന്റെ പേഴ്സണൽ ഈ തലങ്ങളൊക്കെ നോക്കാം. പക്ഷെ അവർ പറഞ്ഞാണോ, ഞങ്ങൾക്ക് രാജാവ് വേണം. അപ്പൊ ദൈവത്തിന്റെ അഭിലാഷം, ഹൃദയം അറിഞ്ഞ് ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് പകരക്കാരനായിട്ട് പ്രവർത്തിക്കേണ്ട ഒരാളാണ് സ്വാഭാവികമായിട്ട്. ആരോ തുറന്നു വെച്ചിട്ടുണ്ടല്ലോ, ഒക്കെ വരുന്നു. തീർച്ചയായിട്ടും ഈ ദാവീദ്, പക്ഷെ ദാവീദ് ചെയ്ത് എന്താന്ന് ചോദിച്ചാല്, ദാവീദ് സ്വാഭാവികമായിട്ട് തന്റെ ശരീരത്തിന്റെ ഇംഗിതമാണ് നോക്കിയത്, തന്റെ മനസ്സിന്റെ ഇംഗിതം നോക്കും. ഒരു പക്ഷെ ഞാനും നിങ്ങളും നമ്മളൊരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ അത് ആരുടെ ഇംഗിതമാണ് അവിടെ നിവൃത്തിയാക്കേണ്ടത്? നമ്മുടെ ഇംഗിതമാണോ ശരീരത്തിന്റെ, മനസ്സിന്റെ, അതെയോ ദൈവത്തിന്റെ ആഗ്രഹമാണോ നിറവേറ്റേണ്ടത്? അപ്പോൾ ദൈവത്തിന്റെ ആഗ്രഹമാണെങ്കിൽ അവൻ യുദ്ധത്തിന് പോകേണ്ടവനായിരുന്നു. അതേസമയം അവൻ സ്വന്തം മനസ്സിന്റെ, ശരീരത്തിന്റെ ഇംഗിതങ്ങളാണ്, അതൊരിക്കലും അവസാനിക്കാത്തതാണ്. ശരീരത്തിന്റെ ഇംഗിതങ്ങൾ നമ്മൾ നോമ്പാതെ ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഇംഗിതങ്ങൾക്ക് ഒരു ശമനമില്ല പലപ്പോഴും. നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ വിശപ്പ് മാറും, നമ്മൾ ഉറങ്ങുന്നു,
കൂട്ട് വേണം. അത് പക്ഷെ അത് വീണ്ടും റിക്കറിങ് ആണ്. വീണ്ടും കൂട്ട് വേണം, വീണ്ടും ഭക്ഷണം വേണം. ഭൗതിക തലങ്ങളിൽ ഒന്നിനും ശമനമില്ല എന്നുള്ളതാണ്. പക്ഷെ ദൈവത്തിന്റെ ഇംഗിതങ്ങൾക്ക് പലപ്പോഴും ഒരു പക്ഷേ ക്രിയാത്മകമായൊരു തലമുണ്ട്. അത് ഒരു സ്വന്തം സ്വാർത്ഥതയുടെ തലമല്ല. രാജാവ് അപ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് സ്വന്തം ഇംഗിതമല്ലായിരുന്നു, ദൈവത്തിന്റെ ഹൃദയ അഭിലാഷം അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടവനായിരുന്നു. അപ്പോ സ്വന്തം ദൗത്യം മറന്ന് സ്വന്തം സുഖത്തിൽ മുഴുകിയതാണ് ദാവീദിന് വിനയായിട്ട് മാറിയത്. അപ്പൊ അവന്റെ മനസ്സിന്റെ ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ സാമുവേലിന്റെ 1-2 പുസ്തകങ്ങളിൽ കാണുന്ന അടയാളപ്പെടുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് 25 അധ്യായം 1 സാമുവേലിൽ നമ്മൾ വായിക്കും, ദാവീദിന് പുതിയ പുതിയ ഭാര്യമാരുണ്ടാവുന്നത്. ഭാര്യമാര്, ഇപ്പൊ നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കി, ഇത്രയും വർഷമായിട്ട് ഒരു ഭാര്യയേ ഉള്ളൂ അല്ലെ? ദാവീദിന് ഓരോ മാസവും ഓരോ വർഷവും പുതിയ പുതിയ ആളുകൾ ഭാര്യമാരായിട്ട് വരികയാണ്. ഇത് തന്നെ ഈ സോളമനും ഉണ്ടാവും. ഭാര്യമാരിങ്ങനെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അന്തപുരം നിറച്ച് നാരിമാരും ഉപനാരിമാരാണ്. അപ്പോ തീർച്ചയായിട്ടും ഈ ഭാര്യമാർക്ക് അടുത്ത് തീർച്ചയായിട്ടും അവൻ പോകണം. അതായത് അവൻ എൻഗേജ്ഡ് ആണ് രാത്രിയും പകലും ഒക്കെ. ഭാര്യമാരെ സന്തോഷിപ്പിക്കണം, അവർക്ക് ഗിഫ്റ്റ് വേണം, അവർക്ക് ലവ് ലാംഗ്വേജസ് അവർക്ക് കൊടുക്കണം, സ്നേഹഭാഷ. പക്ഷെ എന്നിട്ടും ഇവൻ എവിടേക്ക് പോകുന്നു അല്ലെ? നോക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ദാമ്പത്യ അവിശ്വസ്തതയിലേക്ക് ഇവനെ നയിച്ചത് ഇവനിൽ രൂപം കൊണ്ട ഒരു ആസക്തിയാണ്. ആസക്തി എന്ന് പറഞ്ഞാല് അവൻ ഒരുപക്ഷെ ഈ ദൈവത്തിന്റെ അഭിലാഷത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോ ശരീരത്തിന്റെ കാമനകളെ മാത്രം ലക്ഷ്യം വെച്ചപ്പോ അവന് മനസ്സിലായി തന്റെ ശരീരത്തെ ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല. അപ്പൊ ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഒരുപക്ഷെ കാലത്തും മറ്റുമൊക്കെ കടിഞ്ഞാണിടേണ്ട ഒരു, ഇപ്പൊ ബ്രഹ്മചര്യം ജീവിക്കണമെങ്കിൽ ശരീരത്തെക്കാളും മനസ്സിനെയാണ് നിയന്ത്രണ വിധേയമാക്കേണ്ടത്. വിജയം വരിക്കണമെങ്കിൽ മനസ്സിനെയാണ് കൊണ്ടു നടക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഈ മനുഷ്യന് സംഭവിച്ചത് ഇതാണ്. ഓക്കെ, ഇന്ന് നമ്മൾ തന്നെ നമ്മുടെ ചുറ്റുപാടൊക്കെ നോക്കി ഒരുപാട് ദാമ്പത്യ അവിശ്വസ്തതയുടെ കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നു. ഒത്തിരി കഥകൾ ദാമ്പത്യ അവിശ്വസ്തതയുടെ. അത് ആര് വേണമെങ്കിലും ആവാം ദാമ്പത്യ അവിശ്വസ്തയ്ക്ക് ഇരയാകുന്നവര്. ഞാൻ കഴിഞ്ഞ ദിവസം ഡീൽ ചെയ്ത ഒരു കപ്പിള്, അവര് വലിയ ജീസസ് യൂത്തും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരൊക്കെയാണ്, കാറ്റഗിസം അധ്യാപികയാണ്. പക്ഷെ സോഷ്യൽ മീഡിയയുടെ ഒരു സൗഹൃദം കിട്ടിയതാണ്. ഭർത്താവ് അറിഞ്ഞ പോലുമില്ല, 5-8 വർഷമായിട്ട് വേറൊരാളുമായിട്ട് ഒരു ബന്ധം. ഏജ് 50ന്റെ അടുത്ത് എത്തി എന്നുള്ളതാണ് വേറെ യാഥാർത്ഥ്യം. ഓക്കെ, അപ്പൊ അവള് തന്നെ ഞെട്ടിയിരിക്കുകയാണ്, ഞാൻ എങ്ങനെ വീണു പോകും. സോഷ്യൽ മീഡിയ, ഇപ്പൊ വാട്സാപ്പ്, നമ്മുടെ മെസ്സേജുകൾ, ഇതെല്ലാം ഒരു പക്ഷെ ഈ ദാമ്പത്യ അവിശ്വസ്തതയിലേക്ക് ഒരു പക്ഷെ നമ്മൾ ചിലപ്പോൾ ഒരു എത്തിനോട്ടമായിരിക്കാം, എന്താണ് ഒരു ചോദ്യമായിരിക്കാം, എങ്ങനെയുണ്ട്, സുഖമാണോ, അതിന്റെ കൂടെ ഒരു ചക്കര വാവേ എന്ന് കൂട്ടിച്ചേർക്കുമ്പോൾ അതൊരു ചലനം ഉള്ളിലൊക്കെ ഉണ്ടാക്കും അറിയാതെ. തീർച്ചയായിട്ടും അത് ഈ മധുരമുള്ള വാക്കുകൾ അല്ലെ. ഞാൻ നിങ്ങൾക്കൊരു ചോദ്യം തരികയാണ്. നിങ്ങൾ ഭാര്യയും ഭർത്താവായിട്ട് ഒരുമിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ദാമ്പത്യ അവിശ്വസ്തതയിൽ പറയുമ്പോൾ ഇതൊരു വിഷയമാക്കാൻ വേണ്ടിയാണ്. ഈ ഒരു നോമ്പ് കാലത്തൊക്കെ ചിന്തിക്കാം, പ്രത്യേകിച്ച് നിങ്ങൾ മിനിസ്റ്റർ ചെയ്യുന്നവരാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ദാമ്പത്യ അവിശ്വസ്തയുടെ കഥകൾ ഒത്തിരിയുണ്ട്. നിങ്ങൾ തന്നെ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവരുടെ കഥകൾ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ അത്തരം കേസുകൾ ഒത്തിരി വായിക്കുന്നുണ്ട്. സ്വന്തം ഭർത്താവിനെ, മകനെ, കുഞ്ഞിനെയൊക്കെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് പുതിയ ഒരാളുടെ കൂടെ ഒളിച്ചോടി പോകുന്നതിന്റെ കഥകൾ. ഈ ദാമ്പത്യ അവിശ്വസ്തതയ്ക്ക് ആക്കം കൂട്ടുന്ന കാരണങ്ങൾ അല്ലെങ്കിൽ പശ്ചാത്തലങ്ങൾ എന്തായിരിക്കാം? സാമൂഹ്യപരമായിട്ട് മതവിശ്വാസത്തിന് അതിൽ എന്തായിരിക്കും എന്ന് വെറുതെ രണ്ടുപേരും കൂടി ഒന്ന് സംസാരിക്കാവോ? 2-3 കാരണമൊക്കെ ഒന്ന് കണ്ടെത്തി നോക്കിയാ വേഗം സംസാരിക്കും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുമ്പോ, പിന്നെ അന്നന്ന് നടക്കുന്ന കാര്യങ്ങൾ പരസ്പരം ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിസ്കസ് ചെയ്യാതിരിക്കുക. ബേസിക്കലി അവർ തമ്മിൽ ആശയവിനിമയത്തിന്റെ കുറവുണ്ട് അല്ലെ, ഒരു കാര്യം. ഓക്കെ, വെരി ഗുഡ്. പിന്നെയോ വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും കൂട്ടിച്ചേർക്കാം കേട്ടോ. നിങ്ങൾ വർക്ക് ചെയ്യണം, ഞാൻ മാത്രം വർക്ക് ചെയ്താൽ പോരാ. ഓക്കെ, പങ്കാളിയിൽ നിന്ന് വേണ്ടത്ര വൈകാരിക തലങ്ങളിൽ പരിഗണന കിട്ടാതിരിക്കുന്നത് തീർച്ചയായിട്ടും. അതായത് പുതിയൊരാളെ ഒത്തിരി ചക്കര വാവയെന്നൊക്കെ പറഞ്ഞ് സ്നേഹമൊക്കെ കാണിക്കുന്നു. ഭർത്താവാണെങ്കിൽ ഇപ്പോഴും പിശാച ജഗത്താനെന്ന് മാത്രം വിളിക്കുന്നു. സ്നേഹത്തിന്റെ അനുഭവം ഇല്ല അല്ലെ. അതുകൊണ്ട് ഇവിടെ കിട്ടാത്തത് അവിടേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പോയിരിക്കും. പിന്നെ
നമ്മളതിനെ സോഷ്യൽ പറയുന്നതാണ് ഇമോഷണൽ നീഡ്സിന്റെ ഒരു അഭാവം, ഇമോഷണൽ നീഡ്സ് ആവിഷ്കരിക്കുന്നതിന്റെ അഭാവം. ഓക്കെ, വേറെ? സോഷ്യൽ മീഡിയയുടെ സ്വാധീനം കൂടുതൽ. ഓക്കെ, സോഷ്യൽ മീഡിയയുടെ സ്വാധീനം എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞോ. നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരല്ലേ, അതിന് വെറുതെ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടലിൽ കൂടുതൽ സമയം അതിനകത്ത് ചെലവഴിക്കുമ്പോൾ. അല്ല, നമ്മള് ഇപ്പൊ യൂട്യൂബിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതിന് കുഴപ്പമില്ല. ഈ വചനം അല്ലാതെ അതെന്താന്ന് പറ, അതാണ് ഞാനിപ്പോ ചോദിക്കുന്നത്. വചനം കേട്ടോണ്ടിരിക്കുമ്പോ തന്നെ വേറെ ടിപ്സ് കയറി വരും. വചനം കേൾക്കുമ്പോ തന്നെ വേറെ ടിപ്സുകൾ കയറി വരും അതിനകത്ത്. അതായത് വട്ടായച്ചനെ കേൾക്കുമ്പോ നമ്മുടെ ഈ അച്ഛൻ ഡാനിയൽ അച്ഛൻ വരുന്നു, അതാണ് ഉദ്ദേശിക്കണത് നിങ്ങള്? അത് വ്യക്തമായിട്ട് കാര്യം പറഞ്ഞേ, അതാണ് ഞാൻ ചോദിക്കുന്നത്. വ്യക്തമായിട്ട് കാര്യം പറ. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അതൊരു പ്രധാനപ്പെട്ട മേഖലയാണല്ലോ, അതെന്താന്ന് അങ്ങോട്ട് പറഞ്ഞേ. ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമിലൊക്കെ കൂടുതൽ ചാറ്റിങ്ങും അതിനോടുള്ള കൂടുതലുള്ള ഒരു പ്രവണതയും കൂടുമ്പോഴാണ് ഈ മറ്റ് റിലേഷൻഷിപ്പുകളൊക്കെ വരുന്നതും അതിലേക്കുള്ള സ്വാധീനങ്ങളൊക്കെ വരുന്നതും. ഓക്കെ, നിങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞ ആ ഒരു പോയിന്റ് വ്യക്തതയിൽ ഇപ്പൊ ചാറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ മോളെ വിളിച്ചിട്ട് മോളെ ഇന്നവിടെ കാലാവസ്ഥ നല്ലതാണോ, അതും ചാറ്റിംഗ് ആണ്. അത് ഫാമിലിയിലല്ലാത്ത മറ്റുള്ള സ്ത്രീകളായിട്ടുള്ള ചാറ്റിങ്ങുകളിലൂടെ ആ ഒരു ബന്ധം അവർക്ക് കൂടി വരാണ്. അതായത് സ്ത്രീകളായിട്ട് സ്ത്രീകളോട് വർത്താനം പറയാൻ പാടില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണോ? അങ്ങനെയാണോ? അതല്ലല്ലോ. അങ്ങനെയല്ല. ഈ സ്നേഹം നമ്മളിൽ ഇവിടുന്ന് പങ്കാളിയിൽ നിന്ന് കിട്ടാതാവുമ്പോൾ നമ്മൾ മറ്റുള്ളത് തേടി പോവുക. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ നമുക്ക് വേണമെങ്കിൽ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അതായത് നല്ല ബന്ധങ്ങളെക്കാളും ഒരുപക്ഷെ എന്റെ ഇക്കിളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ എനിക്ക് സുഖം നൽകുന്നത് അല്ലെങ്കിൽ എന്റെ തൃഷ്ണയെ ശമിപ്പിക്കുന്ന തലങ്ങളിലേക്ക് ഈ പറഞ്ഞ ബന്ധം, അത് ചാറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരു കോമൺ മീൻസ് ആണ്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മീൻസ് ആണ് കേട്ടോ. അതുകൊണ്ട് ചാറ്റിങ്ങിനെ നിങ്ങൾ ഒരു കുറ്റമായിട്ട് എടുത്തേക്കരുത്, അതല്ല. പക്ഷെ ഇതിന്റെ ഉപയോഗം എങ്ങനെ ഒന്ന് പറഞ്ഞോട്ടെ. പറ. അതായത് സമയം ധാരാളം മിച്ചം കിടക്കുന്ന, അതായത് പ്രവർത്തിക്കാനല്ലാതെ പ്രവർത്തികളില്ലാത്ത സമയം ധാരാളം കിടക്കുമ്പോഴത്തേക്കും ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് ആണ് സോഷ്യൽ മീഡിയ ചിലരൊക്കെ ഉപയോഗിക്കണേ. അങ്ങനെ വരുന്നവർക്ക് ആണ് കൂടുതൽ ഇതിലേക്ക് കിടക്കുന്നത്. പിന്നെ രണ്ടാമതായിട്ട് എന്ന് പറഞ്ഞിട്ട് വളരെ സൗന്ദര്യമുള്ള ആൾക്കാരെ വിവാഹത്തിന് മുമ്പ് പ്രതീക്ഷിച്ചിരുന്നു, വരനായിട്ടോ വധുവായിട്ടോ. ആ ഒരു ഗണത്തിലേക്ക് എത്താത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ വിവാഹം കഴിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് മാനസികമായിട്ടുള്ള ആ ഒരു സൗഹൃദം കിട്ടാതെ വരുമ്പോഴത്തേക്കും പിന്നെ സ്വാഭാവികമായിട്ട് മറ്റ് എതിർ വിഭാഗത്തിൽപ്പെട്ട ആള് മനസ്സിന് ഇണങ്ങിയതാന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തില് ചിലപ്പോ ഇങ്ങനെയൊക്കെ പെട്ടുപോകും. ഓക്കെ, ഇതൊക്കെ കാരണങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണ്. നമ്മളെപ്പോഴും അതിന്റെ റീസൺസ് ആണ് പറയേണ്ടത്, റിസൾട്ട് അല്ല പറയേണ്ടത്. റീസൺസ് വേണം, വൈ, എന്തുകൊണ്ട് പോകുന്നു. ഇപ്പൊ ഈ ജോൺസൺ ജൂബി പറഞ്ഞ പോയിന്റിലേക്കാണ് ഇതൊക്കെ. അതൊരു വലിയൊരു പോയിന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒരു മെയിൻ മേഖലയാണ് ഈ സോഷ്യൽ മീഡിയയുടെ മേഖല. ഓക്കെ, വേറെ ആർക്കെങ്കിലും? ആനണി ചേട്ടൻ നന്നായിട്ട് പറഞ്ഞു കേട്ടോ, വെരി ഗുഡ്. വേറെ ആർക്കെങ്കിലും ഒക്കെ പറയാം, ഒന്ന് കോംപ്ലിമെന്റ് ചെയ്തോ. ആരുമില്ലേ? യാക്കോബേട്ടനൊക്കെ ഇന്ന് വെല്ലുവിളിച്ചിരിക്കാനുള്ള മസല് പിടിച്ച്. ഒരു അവസരം ആയിക്കോട്ടെ എന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യം ഞാൻ പറയാറില്ല. എനിക്ക് തോന്നുന്നത് നമ്മള് ജീവിത പങ്കാളികള് പരസ്പരം മനസ്സിലാക്കി അവരുടെ ജീവിത പങ്കാളിയുടെ ഇഷ്ടത്തിന് ഒത്ത് പൂർണ്ണമായും പെരുമാറാത്ത സാഹചര്യങ്ങളില് മറ്റ് തൃഷ്ണകളില് പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോഷ്യൽ മീഡിയ മാത്രമല്ല, ഏത് മീഡിയയും അങ്ങനെ വരും. ശരി, ഓക്കെ. എനിവേ, എനിക്ക് തോന്നുന്നു നിങ്ങൾ അത്യാവശ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ദാമ്പത്യത്തിലെ അസ്വസ്ഥതകളെന്നേക്കാളും എന്താ പറയാ, നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചപ്പോൾ ആനണി ചേട്ടൻ പറഞ്ഞ പോലെ ചില സൗഹൃദങ്ങൾ വിഷ് ഫുൾഫിൽമെന്റ് എന്നൊക്കെ പറയും, അൺഫുൾഫിൽഡ് വിഷസ് എന്നൊക്കെ പറഞ്ഞ് ഫ്രോയിഡൊക്കെ പറയുന്ന ഒരു സാധനം. ഞാൻ ആഗ്രഹിച്ച പോലെ ഒന്നും നടക്കുന്നില്ല. അപ്പോ എനിക്ക് പിന്നീടാണ് തമാശക്ക് എന്റർടൈൻമെന്റ് ആയിട്ട് തുടങ്ങുന്നത് പിന്നീട് ഒരു ബാധ്യതയായിട്ട് മാറുന്ന തരത്തിൽ. ഓക്കെ, അതോടൊപ്പം തന്നെ
ഈ ജോലിയുടെ ഭാഗമായിട്ട് അകന്നു നിൽക്കുന്നതൊക്കെ ഒരു പ്രശ്നമല്ലേ? ദമ്പതികൾ തമ്മിൽ ശാരീരികമായ അകലം വരുന്നത് ചിന്തിച്ചു നോക്കി. ചിലയിടങ്ങളിൽ ചെന്ന് വിടുമ്പോഴൊക്കെ ഉണ്ടാവുന്നത് സൗഹൃദം ഒത്തിരി. ഇനിയും കാരണങ്ങൾ നിങ്ങൾ കണ്ടെത്താം. അപ്പോ ഒരു കാര്യം വെച്ചാലേ നമുക്ക് ഈ ദാവീദിനെ പറ്റി അതേ നമ്മളെ തന്നെ ഒരു പ്രശ്നം തന്നെയുണ്ട്. അതായത് ദാവീദിന്റെ ഇഷ്ടംപോലെ ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിലും ദാവീദ് എപ്പോഴും നോവൽറ്റിക്ക് വേണ്ടി ഇങ്ങനെ മേഞ്ഞ് നടക്കണ ഒരു രീതി ഉണ്ടായിരുന്നു തോന്നുന്നു. അതിപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിപ്പോ ഇത്രയും നാൾ ആണുങ്ങൾക്കാണ് കൂടുതൽ. ഇപ്പൊ പെണ്ണുങ്ങളും അതിലേക്ക് ചേഞ്ചിന് വേണ്ടിയിട്ട് പോകുന്നതൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ ഭർത്താവിന്റെ സന്തോഷം അല്ലെങ്കിൽ പ്രീതി കിട്ടുന്നുണ്ടെങ്കിൽ പോലും ചിലർ അങ്ങനെ പോകുന്ന സാഹചര്യങ്ങൾ കൂടി ഉണ്ടെന്നുള്ള എനിക്ക് തോന്നുന്നു. ഇപ്പൊ പുതിയ കാലഘട്ടത്തില് ദാവീദിന്റെ അതേ ആ ഒരു ജീൻ നമ്മളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഈ സമൂഹത്തിൽ. ഫ്ലിർട്ടിംഗ് എന്ന് പറയും. ഫ്ലിർട്ടിംഗ്, വാമ്പയർ എന്നൊക്കെ പറയുന്നത് ആരെങ്കിലും കൂട്ടിച്ചറിയാം. നല്ലൊരു ചർച്ചയാണിത്. എടാ, നോമ്പ് കാലത്തൊക്കെ പറ്റിയ ചർച്ചയാണിത്. ഞാൻ ഇന്ന് ഇങ്ങനത്തെ ഒരു കേസ് ഞാൻ എൻകൗണ്ടർ ചെയ്തു. കോഴ്സിനൊന്നൊരു പെൺകുട്ടി എന്നെ കാണാൻ വന്നത്. അവർക്ക് കല്യാണം വേണ്ടാന്നും പറയും. കാരണം എനിക്ക് ഓൾറെഡി വേറൊരു കേസ് ഉണ്ട്, അപ്പനും അമ്മയെ സമ്മതിക്കണില്ല. ഇവള് ആ ചെക്കനും ഇരിപ്പുണ്ട്. ചെക്കന് എമ്പതിയൊക്കെ കാണിച്ചിട്ട് അവിടെ കൂടി ഇരിപ്പുണ്ട്. അപ്പൊ ഇവള് ആ ചെക്കനോട് പറയാണ്, എടാ എനിക്ക് നിന്നെ പറ്റില്ലടാ. എനിക്ക് 10ാം ക്ലാസ് തുടങ്ങി ലൈനുള്ളതാണ്. 10ാം ക്ലാസ്സിൽ ഒരാളുണ്ടായി, 11, 12 വേറെ ആളായി, പിന്നെ ഡിഗ്രിക്ക് പഠിക്കുന്ന വേറെ ആള് കിട്ടിയിരുന്നു. എനിക്ക് 5-6 പേരായിടാ. നിനക്ക് ഫസ്റ്റ് അല്ലേ ഞാൻ റിലേഷൻഷിപ്പ്? എനിക്ക് ഹാങ് ഓവർ അടപ്പെടും, കഴിഞ്ഞ ആളുടെ ഹാങ് ഓവർ അപ്പെടും. അതുകൊണ്ട് നിന്നെ എനിക്ക് ചതിക്കാൻ പറ്റില്ല. അത് അവള് പറയാം, ഞാൻ ഉള്ള കാര്യം സത്യസന്ധമായിട്ടല്ല ഞാൻ പറഞ്ഞേ. അപ്പൊ ആ ചെക്കൻ പൊട്ടനെ പോലെ പറയാണ്, എന്നാലേ എനിക്ക് കുഴപ്പമില്ല, ഞാൻ ലവ് യു. അവൻ പറയാം. റൈബൺ സാർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പൊ സാറ് പറഞ്ഞൊരു കാര്യം, ഇന്ന് നമ്മുടെ പിള്ളേർക്ക് ഈ പറഞ്ഞ അല്ലെ +2 കാരി പറയുമ്പോ കൂട്ടുകാരികൾ പറയും, നിനക്ക് ലൈനില്ല, അയ്യേ ഇല്ലാത്തത് മോശമാണെന്നൊക്കെ പറയും. അപ്പൊ ഇത്തരത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോ നമ്മൾ MCC കപ്പിളാണ്, നമ്മുടെ വീട്ടിൽ സംഭവിക്കില്ല എന്ന് ചിന്തിക്കൊന്നും ചെയ്യരുത്. ഇതിപ്പോ പിള്ളേരുടെ ഒരു നോർമൽസിയാണ്. ലിവിങ് ടുഗദർ, ഇതൊക്കെ പിള്ളേരുടെ ഇപ്പോഴത്തെ നോർമൽസിയാണ്. അപ്പൊ നല്ല ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചതാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ. പിള്ളേര് അവരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും. ഭാഗ്യത്തിന് ഒരേ കുലത്തിൽ നിന്നും ഇതിന്നായ ഭാഗ്യം എന്നൊക്കെ കരുതാം. അപ്പൊ ഇവിടെയും നമ്മൾ ആരെയും അതുകൊണ്ട് ഇനി ബയസ്ഡ് ആയിട്ട് ജഡ്ജ് ചെയ്യാനൊന്നും പോകണ്ട. ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ആരോടും എങ്ങനെയും ആകാം, എനിക്കൊരു വൈകാരിക സപ്പോർട്ടിന് ഒരാൾ വേണം എന്നൊക്കെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അത് കല്യാണം കഴിയുമ്പോൾ അതപ്പ ചിന്തിക്കാം. ഇപ്പൊ എനിക്ക് ഒരാൾ വേണം. സത്യത്തിൽ ഈ ദാവീദിന്റെ നേരത്തെ വിളിച്ച സാർ ഇപ്പൊ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമ്മൾ ഫർദർ ചിന്തയ്ക്കായിട്ട് ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ കാര്യങ്ങൾ, ഈ കാലഘട്ടത്തിന്റെ ചിന്തകൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോഴാണ് നമുക്കൊരു കോംപ്രിഹെൻസീവ് ആയിട്ട് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലൊക്കെ നമുക്ക് ഈ ദാമ്പത്യ ശുശ്രൂഷയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൺക്ലൂഷനിലേക്ക് ചാടരുത്. അവർക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടാ പോയേ, ദൈവഭക്തി ഇല്ലാഞ്ഞിട്ടാ പോയേ, അങ്ങനെയല്ല. മറിച്ച് ഈ കാലഘട്ടത്തിന്റെ ചില പ്രവണതകൾ ശക്തമായിട്ടുണ്ട്. അതിനനുയോജ്യമായ ചില ബോധന രീതികൾ നമ്മൾ ആവിഷ്കരിക്കണം എന്നുള്ളതാണ് സത്യത്തിൽ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഇന്നാളൊരാള് ഞാനൊരു കമന്ററി കേട്ടപ്പോ ആ പുള്ളി കുറ്റം പറയുന്നത് ബത്ശബേനെയാണ് കുറ്റം പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ബത്ശബേനെ കുറ്റം പറയണേ? അവള് ദാവീദ് കാണുക കുളിക്കുന്നു, ഒരു പെണ്ണേ. അപ്പൊ ആരോ പറഞ്ഞു ദാവീദ് അവൾ ഏത് സോപ്പിട്ടാ കുളിക്കണേന്ന് നോക്കിയത്, അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെ ചെയ്യാം. അവള് മോഡസ്റ്റി എന്ന് പറഞ്ഞാല് ഇങ്ങനെ അടക്കൊതുക്കൊക്കെ പാലിക്കേണ്ടതല്ലായിരുന്നു. അപ്പോ അവളെ എന്തിനാണ് പ്രലോഭിപ്പിക്കുന്നത്? പുരുഷനെ പ്രലോഭിപ്പിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് സ്ത്രീ ഒരു പ്രലോഭന വസ്തുവായിട്ട് മാറിയത് കൊണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഉതപ്പായി. സത്യത്തിൽ ഇതിന്റെ ചരിത്രപരമായ പശ്ചാത്തലത്തിൽ ഈ ബത്ശബയുടെ കുളി എന്നുള്ളത് ഒരു ശുചീകരണ കുളിയാണ്. അതായത് ആർത്തവം കഴിഞ്ഞിട്ട് 7 ദിവസം കഴിഞ്ഞിട്ട് അവർ അശുദ്ധരായിരിക്കും. യഹൂദ പശ്ചാത്തലത്തിൽ അങ്ങനെയാണ്. നിങ്ങൾ ലേവ്യരുടെ പുസ്തകം 15 എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ കാണാം. ഇതിന് മിക്വ എന്നും പറഞ്ഞൊരു സാധനമാണ് പറയുന്നത്. മിക്വ, ശുചീകരണ കുളി എന്നാണ് അതിനർത്ഥം. അപ്പൊ ഈ സെമറ്റിക് പാരമ്പര്യത്തിൽ ഈ ശുചീകരണ പ്രക്രിയയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ആ ലേവ്യരുടെ പുസ്തകം 15 എടുത്ത് വായിച്ചു നോക്കി. മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഏതൊക്കെ സ്രവം പോകുന്നുണ്ട് അപ്പോഴൊക്കെ നമ്മൾ അശുദ്ധരാകും. രക്തം പോയാല്, വിസർജ്യം, അതുപോലെ എല്ലാ സ്രവങ്ങൾ, ഇതൊക്കെ അശുദ്ധിയാണ്.
അപ്പൊ അതുകൊണ്ട് ഈ ഒരു യഹൂദ സാധനം ഒരു പക്ഷേ ഈ അശുദ്ധി ശുദ്ധി എന്നുള്ള മാനദണ്ഡമൊക്കെ ഇപ്പോഴും ഈ ആധുനിക യുഗത്തിന് ചില മത സംവിധാനങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ക്രിസ്തു എന്നിട്ട് പറയാണ്, അവൻ ബ്ലണ്ടായിട്ട് പറയാണ്, ഉള്ളിലോട്ട് പോകുന്നതോ പുറത്തേക്ക് പോകുന്നതോ അല്ല മനുഷ്യനെ അശുദ്ധനാക്കുന്നത്, മനുഷ്യന്റെ ഹൃദയമാണ് എന്നുള്ളത് പറയുന്നത്. അപ്പൊ ഇത് പ്രലോഭനം എന്നുള്ളത് ശരീരത്തിൻ്റെതിനേക്കാളും മനസ്സിന്റെ ഒരു ഹൃദയത്തിന്റെ ഒരു സാധനമായിട്ടാണ് ക്രിസ്തു കൊണ്ടുവരുന്നത്. ക്രിസ്തു കൊണ്ടുവരുന്ന പ്രബോധനം നോക്കി റാഡിക്കലായിട്ട് കൊണ്ടുവരുന്ന സാധനം. അതുകൊണ്ടാണ് നമ്മൾ ഈ മനുഷ്യനെ സ്നേഹിക്കുന്നത്. ക്രിസ്തുവിനെ ഹി ബിക്കംസ് സോ റെലവന്റ്, പ്രസക്തനാകുന്നത് അതുകൊണ്ടാണ് ക്രിസ്തു. അതുകൊണ്ടാണ് അവനെ കുരിശിലേറ്റുന്നതൊക്കെ. അപ്പൊ നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഈ ആചാരാനുഷ്ഠാനങ്ങൾ എന്നുള്ളത് ഈ ഒരു പശ്ചാത്തലമൊക്കെയാണ്. ഇപ്പൊ ഈ ശുചീകരണ കുളി എന്നുള്ളത് ഒരു സ്ത്രീ, അത് പൊതു ഇടത്താണ് അവരെ കുളിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബേർഷബ അവിടെ വന്ന് കുളിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഒരു പബ്ലിക് പ്ലേസ് ആണ്. അതുകൊണ്ടായിരിക്കും 4-ാമത്തെ വാചകം പറയുന്നുണ്ട്, അവൾ ഋതുസ്നാനം കഴിഞ്ഞതേ ഇരുന്നുള്ളൂ. കണ്ടോ, ദാവീദുമായിട്ട് ബന്ധപ്പെട്ട ഉടനെ പ്രഗ്നന്റ് ആവുന്നുണ്ട്. കണ്ടോ, അപ്പൊ ഋതുസ്നാനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ആ കുളി എന്ന് പറയുന്നത്. അപ്പൊ ശുചീകരണ കുളിയാണ്. ഇതാണ് അതിന്റെ ചരിത്ര പശ്ചാത്തലം. ഓക്കെ, നമ്മളിനി ദാവീദിന്റെ പാപത്തിലേക്ക് ഒന്ന് വരികയാണ്. ദാവീദ് കണ്ടു, ഓക്കെ, അതായത് ഒരു സുന്ദരിയായ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു എന്നതാണോ അവന്റെ പാപമായി തീർന്നത്, അതെയോ ആ സ്ത്രീയെ അവൻ കാണാൻ തീരുമാനിച്ചതാണോ പാപമായത്? ഏതായിരിക്കും? അവളെ കണ്ടതാണോ പ്രശ്നം, അതെയോ അവളെ കാണാനായിട്ട് അവൻ തീരുമാനിച്ചതാണോ? തീർച്ചയായിട്ടും രണ്ടാമത്തേതാണ്. കണ്ടതുകൊണ്ട് പാപം ചെയ്യുകയില്ല, അല്ലെ? കണ്ടതുകൊണ്ട് പാപം ചെയ്യണമെന്നില്ല. ഈ കാണുമ്പോൾ എന്നിൽ ഉണ്ടാകുന്നത് എന്താണെന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ഇപ്പൊ ഞാനൊരു വൈകാരികത ഉണർത്തുന്ന ഒരു കാര്യം കണ്ടാൽ എന്നിൽ എങ്ങനെ അത് പാപമായിട്ട് മാറും? ഒരു സ്ത്രീ എന്നെ ഉമ്മ വെച്ചാൽ അത് എനിക്ക് പാപമായിട്ട് മാറും. ഓക്കെ, അല്ലെങ്കിൽ എന്റെ ഒരു സ്ത്രീയുടെ അടുത്ത് അല്ലെങ്കിൽ പുരുഷന്റെ അടുത്ത് ഞാൻ പോയിരുന്നാൽ അത് പാപമായിട്ട് മാറുമോ? നമ്മളൊക്കെ ചില സമൂഹങ്ങളൊക്കെ കർട്ടൻ കെട്ടിയിരിക്കും, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരിടം, കാരണം പാപമായി മാറും. ഇവിടെ ബൈബിളത് പറയുകയാണ്, കാണുന്നതല്ല പാപം, മറിച്ച് കാണാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു. അപ്പൊ ശ്രമിക്കുന്നതിൽ എന്തുണ്ട്? എന്റെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്, അവിടെ ഒരു പദ്ധതിയുണ്ട്. കാണാനായിട്ട് ഞാൻ എടുക്കുന്ന ഒരു പദ്ധതിയുണ്ട് വിഭാവനം ചെയ്യുന്നത്. ഇവിടെ ദാവീദ് എന്നിട്ട് കാണാൻ വേണ്ടി അവൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. എന്തൊക്കെയാണ് അവൻ ചെയ്യുന്നത്? അവൾ ആരെന്ന് അന്വേഷിക്കുന്നു. രണ്ടാമത് അവളെ കൊണ്ടുവരാനായിട്ട് ആളെ വിടുന്നു. മൂന്നാമത്തേത് അവളെ പ്രാപിക്കുന്നു. ഇത് അതിനർത്ഥം ഒരു പ്ലോട്ടാണ് ഇവിടെ നടക്കുന്നത്, ഒരു ഗൂഢാലോചന പോലെ അവൻ പദ്ധതി വിഭാവനം ചെയ്യും. ഇവിടെ ഇന്റൻഷൻ ഉണ്ട്. അതുകൊണ്ട് പാപം എന്നുള്ളതിന് എപ്പോഴും അടിസ്ഥാനപരമായിട്ട് ഇന്റൻഷൻ ഉണ്ട്. ഇന്റൻഷന്റെ ഇന്റൻസിറ്റിയാണ് പാപതലങ്ങളിലേക്ക് ഗ്രാവിറ്റി എന്ന് പറയും നോക്കുന്നത്. അപ്പൊ നമ്മുടെ ലഘുപാപം, മാരകപാപം എന്നൊക്കെ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെ, ഇനം തരം തിരിച്ചൊക്കെ നമ്മൾ പാപം കുമ്പസാരത്തിലേക്ക് ഏറ്റു പറയുന്നു. അപ്പൊ എനിക്ക് എന്റെ ഇന്റൻഷൻ എന്താണെന്നും കൂടി ഒരു ചിന്തയുണ്ട്. ഇന്റൻഷൻ, ഞാൻ ഇത് ലക്ഷ്യം വെച്ചിട്ടുണ്ടോ? അതായത് ഞാൻ ബോധപൂർവമാണോ ഈ കാണാൻ ശ്രമിക്കുന്നത്? അതൊരു പ്രധാനപ്പെട്ട ഒരു ചിന്തയായിട്ട് നിങ്ങൾ സ്വീകരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു ചോദ്യം, സത്യത്തിൽ നമ്മുടെ ബോഡി, നമ്മുടെ സൈക്കിക് അനുസരിച്ച് പ്രലോഭിതരാകുകയാണോ, അതെയോ നമ്മൾ പ്രലോഭനത്തിൽ വീഴുന്നതാണോ? ഏതിനാണ് ഗൗരവമുള്ളത്? പ്രലോഭിതരാവുക എന്ന് പറഞ്ഞാല് ഞാനൊരു സാധനം കാണുന്നു, അത് വേണമെങ്കിൽ നമുക്ക് പ്രലോഭനമായിട്ട് കണക്കാക്കാം. പക്ഷെ പ്രലോഭനത്തിൽ വീഴുക എന്നുള്ളത് വ്യത്യസ്തമാണ്. ലൂക്കയുടെ സുവിശേഷം 4, മത്തായി 4 നമ്മൾ കാണുന്നത് ഈശോയുടെ പ്രലോഭനമാണ്. ഈശോ പ്രലോഭിതൻ ആകുന്നു, പക്ഷെ അവൻ പ്രലോഭനത്തിൽ വീഴുന്നില്ല. അപ്പൊ ഗൗരവം ഏതിനാണെന്ന് ചോദിച്ചാൽ പ്രലോഭിതനാകുന്നതല്ല, മറിച്ച് പ്രലോഭനത്തിലേക്ക് വീഴുന്നത്. അതിൽ എന്തുണ്ട്? ഒരു തീരുമാനമുണ്ട്, ഡിസിഷൻ ഉണ്ട്, തീരുമാനം. ഞാൻ വീഴുന്നു. ഇനി അതുപോലെ ദാവീദിന്റെ പാപത്തിന്റെ ഒരു പ്രോസസ്സ് നോക്കി. ഒന്ന് കാഴ്ചയാണ്, ക്വാളിറ്റിയാണ് കാഴ്ചയിലുള്ളത്. ക്വാളിറ്റി എന്താണ് ഇവിടുത്തെ ക്വാളിറ്റി? സുന്ദരി, കാഴ്ചക്ക് സൗന്ദര്യമുള്ളത്, അല്ലെ? ചുവന്ന ഇത് എന്നൊക്കെ നമ്മൾ പറയുന്നു. കാഴ്ച എപ്പോഴും നമ്മൾ വശീകരിക്കും. രണ്ടാമത്തേത് അത് അറിവിലേക്ക് പോകുന്നു. അവൾ ആരാണെന്ന് അറിയാനായിട്ട് ശ്രമിച്ചു. അറിവ്, പാപത്തിന്റെ കാര്യങ്ങളിലൊക്കെ ഈ പ്രോസസ്സ് ഉണ്ട്. കാഴ്ചയുണ്ട്, രണ്ടാമത് അറിവുണ്ട്, മൂന്നാമത്തേത് പാപമാകുന്നത് അനുഭവമായിട്ട് മാറുമ്പോഴാണ് അത് പാപമായിട്ട് മാറും. അപ്പൊ അത് അതിന്റെ ഒരു എന്താ പറയാ, സീരിയസ്നെസ്സിലേക്ക് പോകുന്ന ഇന്റൻസിറ്റിയിലേക്ക്. കാഴ്ചയിലൂടെ ഞാൻ അറിയാനായിട്ട് ശ്രമിക്കുന്നു, അറിഞ്ഞാൻ എന്ത് ചെയ്യുന്നു? അനുഭവിക്കാൻ ശ്രമിക്കുന്നു. ഉദാഹരണം,
എന്റെ കയ്യിൽ നിങ്ങളൊരു പഴം തന്നിട്ട് പോയി. എന്നിട്ട് എന്നോട് പറയാണ്, നമ്മൾ പിള്ളേര് കളിക്കുന്ന കഥയാണ് കേട്ടോ. പഴം തന്നിട്ട് പറഞ്ഞു, ഈ ഒരു ആപ്പിൾ തന്നിട്ട് പറഞ്ഞു, ഈ ആപ്പിൾ ഒന്ന് പിടിക്കണോട്ടോ, ഞാൻ ഇപ്പൊ വരാം. ഓക്കെ. അപ്പോ എനിക്കൊരു മോഹം, ഇത് എന്ത് സാധനമാണെന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു, ഇത് തൊടയോ ഒന്നും ചെയ്യരുത്. അല്ലെങ്കിൽ എന്റെ കൂടെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ പറയണം, എടാ അതൊന്നും ആ പുള്ളി തൊടരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ, നീ ഒന്ന് ഞാൻ ഒന്ന് തൊട്ടോട്ടെ. അപ്പൊ പറയുന്നോ അയാൾക്ക് തിരിച്ചു ഇല്ലല്ല, ഞാനൊന്ന് തൊട്ട് നോക്കിക്കോട്ടെ. ഓക്കെ. അവസാനം അവൻ പറയാം, നീ തൊടരുന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, അന്ന് ഞാൻ തൊടുന്നു. ഓക്കെ. തൊട്ട് കഴിഞ്ഞപ്പോ മതിയല്ലേ, എടാ ഞാൻ അതൊന്ന് നക്കി നോക്കട്ടെ രുചിയുണ്ടോന്ന്. അപ്പൊ അവൻ ആ പുള്ളിയുടെയാണോ, എനിക്ക് തിരിച്ചങ്ങനെ ആ പുള്ളി തിന്നരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, നക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ. അവസാനം അവൻ നക്കാൻ കൊടുക്കും. പിന്നെ ഞാനൊന്ന് കടിച്ചു നോക്കട്ടെ, മുഴുവൻ തിന്നരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഇച്ചിരി അവൻ തിന്നു നോക്കുന്നു. പിന്നെ അത് അപ്പൊ അനുഭവമായിട്ട് മാറുന്നു. കാഴ്ച അറിവിലേക്കും അറിവ് അനുഭവത്തിലേക്കും നയിക്കും. ഒരു പ്രോസസ്സ് തീർച്ചയായിട്ടും ഉണ്ട്. ഒപ്പം തന്നെ ആ പ്രോസസ്സ് തമ്മിൽ ഒരു ശീലമായിട്ട് മാറുന്നു. ധാരാളം ഭാര്യമാരുണ്ടായിട്ടും അവന്റെ ലൈംഗിക ആസക്തിക്ക് കുറവില്ല എന്നുള്ളതാണ് ദാവീദിന്റെ കാര്യം. അതുകൊണ്ട് ഒരാൾ പറഞ്ഞ എങ്ങനെയാണ്, ഇഫ് വൺ വുമൺ ഈസ് ഇൻ ഇനഫ് 1000 വുമൺ ആർ ഇൻ ഇനഫ്. ഒരാൾക്ക് ഒരു സ്ത്രീ പറ്റിയില്ല എങ്കിൽ 1000 പെണ്ണിനെ കിട്ടിയാലും അവന് തൃപ്തി ആവുകയില്ല. ഇത് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒരുത്തൻ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഓക്കെ. ഇതെല്ലാവരുടെയും പ്രത്യേകതയാണ്. അപ്പോ ഇവിടെ നമ്മൾ കണ്ടെത്തുന്ന ഒരു കാര്യം, ഈ ബൈബിളില് ഇത്തരത്തിലുള്ള പ്രലോഭനത്തെ അതിജീവിച്ച ഒരാളുടെ കഥയും പറയുന്നുണ്ട്. അതാണ് പൂർവ്വപിതാവായ ജോസഫിന് ഇതേ പ്രലോഭനം ഉണ്ടായിരുന്നു. അവൻ അതിനെ അതിജീവിക്കുന്നു. അതുകൊണ്ട് അവനൊരു ഉത്തരവാദിത്വം ലഭിക്കുന്നു. ഇസ്രായേലിന്റെ കാര്യസ്ഥനാകാനുള്ള ഉത്തരവാദിത്വം ലഭിക്കുന്നു. ഇനി ദാവീദിന്റെ കാഴ്ചപ്പാടും ദൈവത്തിന്റെ കാഴ്ചപ്പാടും ശ്രദ്ധിക്കുക. ദാവീദ് സൗന്ദര്യമായിട്ട് കണ്ടത് ദൈവത്തിരുമുമ്പില് അഗ്ലി അല്ലെങ്കിൽ വൈരൂപ്യമാണ് പാപത്തിന്റെ തലം. അവനൊരു ബന്ധമായിട്ട് കണ്ടത് ദൈവത്തിന്റെ കാഴ്ചപ്പാടില് വ്യഭിചാരമായിരുന്നു. ദാവീദ് ബാത്ശബയോട് സ്നേഹം കണ്ടത് ബൈബിളിന്റെ കാഴ്ചപ്പാടിൽ അത് ലസ്റ്റാണ്, ആസക്തിയാണ്. ഇനി വളരെ ആകർഷണം, സെക്സി എന്നുള്ളത് അവൾ സെക്സി ആയിരുന്നു, അത് ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ പാപം ആയിരുന്നു. രണ്ട് തലങ്ങളിലുള്ള വ്യത്യാസങ്ങൾ. ഓക്കെ. ഞാൻ ഇനി നിങ്ങളോട് ചോദിക്കാൻ പോണ ഒരു കാര്യം, കാഴ്ച, അറിവ്, അനുഭവം, പാപത്തിന്റെ മാർഗങ്ങൾ പറഞ്ഞു. നമുക്ക് ഒരുപക്ഷെ ഈ ദമ്പതി ശുശ്രൂഷ, അവിഹിത ബന്ധങ്ങളുടെ കഥകളൊക്കെ ഒത്തിരി കേൾക്കാം. അങ്ങനെയുള്ള ദമ്പതികളെയൊക്കെ നമ്മൾ സമീപിക്കേണ്ടി വരും. അപ്പോൾ അവരോട് നമ്മൾ പുലർത്തേണ്ട സമീപനങ്ങൾ എന്തൊക്കെയായിരിക്കും? എനിക്കറിയില്ല, അത് ഈസി ചോദ്യമാണോ? ഇങ്ങനെ ദാമ്പത്യ ശുശ്രൂഷയുടെ മേഖലകളിൽ ഈ ദാമ്പത്യ കഥകളൊക്കെ പറഞ്ഞു വരുന്നവരോട് നമുക്കുണ്ടായിരിക്കേണ്ട സമീപനം എന്തായിരിക്കാം? ചിലപ്പോൾ അവർക്ക് ക്ഷമിക്കാനൊന്നും പറ്റില്ല, പരസ്പരം ചതിക്കപ്പെട്ടു എന്നൊരു ചിന്തയൊക്കെയായിരിക്കും. അപ്പൊ ഇതെങ്ങനെയാ ഒന്ന് സമീപിക്കാനൊക്കെ ശ്രമിക്കാറുണ്ടോ എന്നൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? അത്തരം സാഹചര്യങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുക അല്ല, ഒരു സാഹചര്യത്തിൽ പെട്ടുപോയി, അവരോട് നമ്മൾ കൊടുക്കുന്ന സമീപനം എന്തായിരിക്കും? അങ്ങനെയുള്ള ഇപ്പൊ ക്രിസ്തുവിന്റെ അടുത്ത് വന്നപ്പോ ബാബിനിയ സ്ത്രീ എന്ന് പറയുന്നത്, നിങ്ങള് പാപമില്ലാത്ത കല്ലെറിയട്ടെ എന്നാണ് ക്രിസ്തു പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ വിട്ടുപോയി എന്ന് പറയുന്നത്. എന്നതുപോലെ നമുക്ക് സ്വീകരിക്കാവുന്ന ചില അപ്രോച്ചസ്, സമീപന രീതികൾ എന്തൊക്കെയാകാം? ആരെങ്കിലൊക്കെ പറഞ്ഞോ? കൗൺസിലിംഗ് പഠിച്ചവരൊക്കെ ഉണ്ട്. അവരോടൊരു സിമ്പതി അല്ല നമുക്ക് വേണ്ടത്, ഒരു എമ്പതിയാണ് വേണ്ടത്. എമ്പതി, ആർദ്രത, അനുകമ്പ കാണിക്കണം. പിന്നെ അവരോട് നമ്മൾ ഇടപഴകുമ്പോൾ നമ്മളെ തന്നെ ആ ഒരു റിലേഷൻഷിപ്പിലേക്കോ അനുകമ്പ കാണിച്ച് അങ്ങനെ ഒരു നമ്മൾ തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചേക്കാം, അപകടത്തിൽപ്പെടാതെ നോക്കണം. ഓക്കെ. അത് ഇങ്ങോട്ട് കയറി വരുത്തരുതെന്ന്. ഓക്കെ, വെരി ഗുഡ്. അതൊരു തിയറിയാണ്. ബി എംപതറ്റിക് ബട്ട് ഡോണ്ട് ബി എംപതറ്റിക്. ഓക്കെ. വേറെ ആരെങ്കിലും? റൂബി മെച്ച പറഞ്ഞോ. നിങ്ങൾ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കണ പോലെ തോന്നി. പക്ഷെ ഇത് സാധാരണഗതിയില് ഇങ്ങനൊരു അവിശ്വസ്തതയിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടിലൊരാള് ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താറുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബന്ധത്തിന്റെ ഊഷ്മളതയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഇത് മനസ്സിലാക്കി തനിക്ക് തെറ്റുപറ്റി എന്ന് തോന്നുമ്പോഴാണ് അവിശ്വസ്തത. കാരണം ചിലരങ്ങനെയല്ല, ഭർത്താവുണ്ട് അല്ലെങ്കിൽ ഭാര്യ ഉണ്ടെങ്കിൽ പോലും
ഇതിന്റെ തെറ്റല്ല, ഇത് നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമല്ലേ, ഇതിനകത്ത് എന്താ തെറ്റ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതാണ്. ഇതിനകത്ത് തെറ്റുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോ ഇത് തെറ്റാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടതല്ല എന്നുള്ളൊരു ബോധ്യം എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ നമ്മൾ അവരെ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് തന്നെ ഒരു നന്മ പറയാനുള്ള അവസരം ഉണ്ടാവണം. ഇത് തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഇതുണ്ടാകാനായിട്ട് എന്റെ ഭാര്യയിൽ നിന്ന് ഞാൻ വിളിച്ച വൈകാരിക ആവശ്യങ്ങൾ ചിലതൊക്കെ എനിക്ക് കിട്ടാതെ പോയിട്ടുണ്ട്. അത് കിട്ടാതെ പോകാണ്ട സാഹചര്യം ചിലപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയതായിരിക്കാം എന്നൊരു ചിന്താഗതിയിലേക്കൊക്കെ വരുമ്പോഴാണ് ഒന്ന് തണുക്കുന്നത്, അല്ലെങ്കിൽ മീൻസ് ആ ഒരു ബോധം ഉണ്ടാവുന്നത് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് കാണുന്നത്. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്ത, അതായത് കഴിഞ്ഞ ചോദ്യത്തിന്റെ തുടർച്ചയായിട്ട് എനിക്ക് തോന്നി റൂബി പറഞ്ഞത്, അതായത് നിങ്ങൾ ആരോ പറഞ്ഞില്ലേ ഈ പങ്കാളിയിൽ നിന്ന് ലഭിക്കേണ്ട വൈകാരിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാത്തത്, അല്ലെങ്കിൽ ആ ഒരു കോഡിയൽ റിലേഷൻഷിപ്പ്, വാംത്ത്, സൗഹൃദം, എന്റെ സ്നേഹം ആവിഷ്കരിക്കപ്പെടാതിരുന്നപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ കോംപ്ലിമെന്റ് ചെയ്യാനായിട്ട് മറ്റൊരു, അപ്പൊ അത് മറ്റു പങ്കാളി തിരിച്ചറിയുന്ന നിമിഷമാണെങ്കിൽ ഒരു ക്ഷമാപണം അല്ലെങ്കിൽ എനിക്കും അതിനകത്ത് ഉത്തരവാദിത്വമുണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് മറ്റു പങ്കാളിക്ക് ഒരു പക്ഷെ തെറ്റ് തിരിച്ചറിയാൻ, അതിന്റെ ആഴം, ഗൗരവം തിരിച്ചറിയാൻ പറ്റുമെന്നാണ് റൂബി പറഞ്ഞത്. ഓക്കെ, വെരി ഗുഡ്. അത് തീർച്ചയായിട്ടും. ഓക്കെ, രാജൻ സാറ് പറയാൻ പോകുന്നുണ്ട്. ഇത് എനിക്ക് തോന്നിയൊരു ഇത് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ സംഭവം ഉണ്ടായി, ഇത് ഉണ്ടായി എന്നുള്ള ഒരു അവബോധം ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നു. അവബോധം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇതിനെ ഒരു കുറ്റബോധമായിട്ട് ആ വ്യക്തിയെ ഒരിക്കലും ധരിപ്പിക്കരുത്. ഇതൊരു നീ കുറ്റം ചെയ്തിരിക്കുന്നു അങ്ങനെ ഒരു കുറ്റബോധം കൊടുക്കാതെ അതിലൊരു പാപബോധം അവന് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അതായത് മറ്റൊരു വ്യക്തിയുടെ സ്നേഹത്തെക്കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തുമ്പോ അവനൊന്നുകൂടി വീണ്ടും ഒരു ദാഹം തോന്നും, തനിക്ക് സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിച്ച് ജീവിക്കണം, ഞാൻ ഇനി മേലാൽ ഈ വക രീതികളിലേക്ക് പോകരുത് എന്ന ഒരു തിരിച്ചറിവിലേക്ക് നടക്കാനായിട്ട് അവനെ സഹായിക്കും. ഒന്നാമത് എനിക്ക് തോന്നിയ ഒരു ഏറ്റവും വലിയതാ. രണ്ടാമത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏറ്റുപറയുന്ന ഒരവസ്ഥ, ഞാനിങ്ങനെ ചെയ്തു പോയി എന്ന് ഏറ്റുപറയുന്ന ഒരവസ്ഥ തന്നെ ഒരു എന്താ പറയാ, ഒരു ശിക്ഷയാണത്. കാരണം അത് പറയാൻ അവന് കഴിയുന്നു, അല്ലെങ്കിൽ മറ്റൊരാളുടെ മുമ്പിൽ അത് സമ്മതിക്കാനായിട്ട് അവന് സാധിക്കുന്നു എന്നുള്ളത് അവനൊരു ശിക്ഷയാണ്. അങ്ങനെ ആ ശിക്ഷ കിട്ടിയ ഒരു മനുഷ്യനോട് വീണ്ടും അവനെ ശിക്ഷിക്കുക, അല്ലെങ്കിൽ ഒരു ശിക്ഷയെ കുറിച്ച് അവന് പേടി കൊടുക്കുക, അത് ഉണ്ടാവാതിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. മറിച്ച് അവനെ ആരും തള്ളിക്കളയുന്നില്ലെന്നും നീ ഞങ്ങളുടെ കരങ്ങളിൽ ചേർത്ത് പിടിക്കപ്പെട്ടവനാണെന്നുള്ള ഒരു തിരിച്ചറിവ് നൽകണം. അച്ഛൻ, ഞങ്ങൾ ഒരു കൗൺസിലിംഗിന്റെ ഭാഗമായിട്ട് പോയപ്പോ ഇങ്ങനെ ഒരു ഈ പറഞ്ഞ എക്സാക്ട് സിനാരിയിലൂടെ കടന്നുപോയി. അപ്പൊ ഭർത്താവ് പറയണത് ഞാനത് ആക്സെപ്റ്റ് ചെയ്തു, ഏറ്റു പറഞ്ഞതല്ലേ, പിന്നെന്താ കുഴപ്പം എന്നുള്ളതാണ് ഭർത്താവിന്റെ സ്റ്റാൻഡ്. ഭാര്യയുടെ സ്റ്റാൻഡ് ഇതാണ്, എങ്ങനെ ഞാൻ ഇനി ആ ഒരു പഴയ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരും, വിശ്വസ്തത വന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും തിരിച്ചു വരിക, പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളൊരു സ്റ്റാൻഡ്. ഓക്കെ, വിജു പറഞ്ഞതാണ് ഞാൻ പറയാൻ വന്നത്. അതില് ഈ ഇരയായ ആളുടെ മാനസികാവസ്ഥ, അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ആക്കിനി ആ നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. സംശയരോഗം വരും. ഇനിയും എന്നാലും എന്നെ ചതിച്ചല്ലോ, ഇതിങ്ങനെ റിക്കർ ചെയ്യും. അപ്പോ അത് അയാൾ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ കൗൺസിലിംഗ് കണ്ട ഒരു കാര്യമാണ്. നമ്മള് ഒരു വശത്തുനിന്ന് കൂട്ടിപ്പിടിക്കുമ്പോൾ മറ്റേ വശത്ത് നിന്ന് പുള്ളി എന്നാലും എന്താ വെച്ചാൽ അങ്ങനെ പോകാൻ കാരണം വീണ്ടും ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും ഇതില്ല. അപ്പോ ഇവിടെയാണ് ഒരു പക്ഷെ നമ്മള് ഒരു ഇരയായ ആളോട് ഒരു എന്താ പറയാ, നമ്മൾ ഈ പോയി പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുന്ന, അങ്ങനെ അതൊന്നും ചിലപ്പോ വില പോവുകയില്ല. അവർക്ക് സമയം കൊടുക്കേണ്ടി വരും. മറ്റേയാൾ ഒരു പക്ഷെ കുറ്റബോധത്തിന്റെ ഒരു തലത്തിലേക്ക് വരാറുണ്ട്, ഈ തെറ്റ് ചെയ്ത ആള്. ഇന്നാള് ഞാൻ ഒരു സ്ത്രീയാണ് പറഞ്ഞ സ്ത്രീ. അപ്പൊ ആ സ്ത്രീ സ്വയം ശിക്ഷിക്കാൻ തയ്യാറാവും. ഞാനിനി അദ്ദേഹത്തിന്റെ കൂടെ കട്ടിലിൽ കിടക്കുകയില്ല, ഞാൻ താഴെ പായ പോലും ഇരിക്കാതെ ശിക്ഷയായിട്ട് കിടം, കാരണം എന്റെ ശരീരത്തെ തൊടാൻ അങ്ങ് ഞാൻ യോഗ്യല്ല.
അപ്പൊ അയാള് രണ്ട് തെറി പറയണ അത് കേട്ട വഴിയാണ്, നീ എന്നാ ടെറസിൽ പോയി കിടക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, എന്റെ സഹോദരൻ, അവളുടെ ഒരു മാനസികാവസ്ഥയാണത്. കാരണം അവള് ഇനി ഞാൻ യോഗ്യല്ല എന്നൊരു ചിന്തയിലാണ് അത്. അതായത് എനിക്കൊരു വിലയില്ല, സെൽഫ് എസ്റ്റീം ഒക്കെ കംപ്ലീറ്റ് പോയി. അപ്പൊ നമ്മളൊരു പക്ഷേ ഈ ആളുകളുടെ സ്വഭാവത്തിൽ ഇങ്ങനെയൊക്കെ തെറ്റുകൾ വരുമ്പോ ഒരു പക്ഷെ അവരോട് എമ്പതി, മനുഷ്യരൊക്കെ കടന്നു പോകുന്ന അവസ്ഥകളുണ്ട്, മനുഷ്യന്റെ മനസ്സിന്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. ചിലവർ സ്നേഹം ആഗ്രഹിക്കുന്നു, അത് കിട്ടിയില്ലെങ്കിൽ അത് വേറെ എവിടെന്നെങ്കിലും വാങ്ങുന്നു, അത് കഴിയുമ്പോൾ അത് പ്രശ്നമാകുന്നു. അപ്പോ ഇതെല്ലാം മനുഷ്യ ജീവിതത്തിൽ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ തിരിച്ചറിയുക മനുഷ്യന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. തീർച്ചയായിട്ടും നമുക്കത് അറിയുന്നത് നല്ലതാണ്, മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ സാധിക്കും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇനിയും കൂട്ടിച്ചേർക്കാനൊക്കെ കിട്ടുന്നു തോന്നുന്നു. എനിക്ക് സമയത്തിന്റെ ഒരു കുറവുള്ളതുകൊണ്ട് ഞാൻ അവസാനത്തെ ഒരു ഭാഗത്തേക്ക് കടന്നിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ചർച്ചകളിലെ യൂണിറ്റ് യോഗങ്ങളിലെ ചർച്ചകളിലൊക്കെ കാര്യപ്രസക്തമായിട്ടൊക്കെ ചർച്ച ചെയ്യുക. ഒന്ന് തിരിച്ചറിയുക, മനുഷ്യന്റെ മനസ്സിന്റെ ഈ പ്രലോഭന കാരണങ്ങൾ തിരിച്ചറിയാട്ടോ. അത് നമ്മളെല്ലാവരും, ഞാനും നിങ്ങളൊക്കെ കടന്നു പോകുന്ന പ്രലോഭന രീതികള് അത് വ്യത്യസ്തമാണ്. പക്ഷെ എല്ലാവർക്കും ഈ ഒരു കാര്യമൊക്കെ ഉണ്ട്. ഈ പ്രലോഭനം മാരക പാപമായിട്ടാണ് ഇനി ദാവീദിന്റെ ജീവിതത്തിൽ മാറുക. വെറും പാപമായിട്ടല്ല, മാരക പാപമായിട്ട് മാറും. ഈ ഉറിയായുടെ ഭാര്യയാണ് ബത്ശബ. ഉറിയ ഒരു പട്ടാളക്കാരൻ. ഉറിയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ശ്രദ്ധിക്കാം. ഹീബ്രു വാക്കുകൾക്ക്, നാമങ്ങൾക്ക് അർത്ഥം ഉണ്ടായിരിക്കും. ഉറിയാഹ് എന്നാണ്. യാഹ് എന്ന് പറഞ്ഞാൽ യാഹുവേ. ഓർ എന്ന് പറഞ്ഞാല് പ്രകാശം എന്നാണ് അർത്ഥം. അപ്പൊ ഉറിയ എന്ന് പറഞ്ഞ അർത്ഥം എന്തായിരിക്കും? ദൈവത്തിന്റെ പ്രകാശം. അതാണ് ഉറിയ എന്ന വാക്കിന്റെ അർത്ഥം. ഈ ദാവീദ് ഊതിക്കെടുത്തിയത് എന്താണ്? അവനെ കൊന്നതിലൂടെ പ്രകാശത്തെയാണ് അവൻ കൊന്നത്. ആ പ്രകാശത്തെ അവൻ ഇല്ലാണ്ടാക്കിയപ്പോൾ അവൻ തന്നെ അന്ധകാരത്തിലേക്ക് വീഴുന്നു. ഓക്കെ, അപ്പൊ വാക്കുകൾക്ക് അർത്ഥമുണ്ട്, തിയോളജിക്കൽ ഡെപ്ത് ഉണ്ട്. ഇനി ഈ ദാവീദിന്റെ ചെയ്തികൾ നോക്കി, അവൻ ചെയ്ത പാപം അവനെ കൊണ്ടു പോകുന്നത് എവിടേക്കാണെന്ന് ശ്രദ്ധിക്കുക. അവസരോചിതമായിട്ട്, സമയോചിതമായിട്ട് ഞാൻ പാപം ഏറ്റുപറയാൻ ശ്രമിച്ചാല് മറ്റു പാപങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷ നേടാനായിട്ട്, അവിടെയാണ് ഈ കുംഭസാരത്തിന്റെ ഒക്കെ പ്രസക്തി. ഒരു പാപം ഞാൻ ചെയ്തപ്പോൾ അത് പാപമാണ്, തെറ്റാന്ന് തോന്നിയാൽ ഞാനത് ഏറ്റു പറയുകയാണെങ്കിൽ, ഒരുപക്ഷെ പങ്കാളിയോട് അത് ഏറ്റു പറഞ്ഞാൽ അടുത്ത പാപങ്ങൾ, സീരീസ് ഓഫ് ക്രൈം, അത് ചെയ്യാതിരിക്കാൻ എന്നെ ദൈവം സഹായിക്കും. അവിടെയാണ് ഒരു വിശ്വസ്തത എന്നോട് തന്നെ വേണ്ടത്. ഞാൻ പാപം ചെയ്തു പോയി, അത് ഞാൻ ഏറ്റു പറയുന്നു. അപ്പോൾ എനിക്ക് അടുത്ത പാപത്തിന് രക്ഷപ്പെടാൻ പറ്റും. നമ്മുടെ കുംഭസാരത്തിൽ നമ്മൾ നോക്കി, ചില പാപങ്ങൾ തുടർച്ചയായിട്ടാണ് വരുന്നത്. ഒരെണ്ണത്തിന്റെ തുടർച്ചയായിട്ടാണ് അടുത്തത് വരുന്നത്. ഞാൻ പോയി വെള്ളമടിച്ചു. അപ്പൊ നീ എവിടെ പോയി? ഞാൻ പള്ളിയിൽ പോയിരിക്കാം അച്ഛൻ്റെ കൂടെ. അപ്പൊ എന്താ കഴിച്ച? ഞാൻ ഇച്ചിരി കഷായം കഴിച്ചു. അടുത്ത നോള, അടുത്തത്, 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 അടുത്തത്. അപ്പൊ ഒന്നൊന്ന് ഡെവലപ്പ് ചെയ്ത് നമുക്കാണെങ്കിൽ ഭാവന, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരി വിരിയുകയും ചെയ്യും. ഭാവനകൾ സജീവമാകും ആ സമയത്ത്. അപ്പൊ നോക്കുക, ഈ ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒന്ന് ഗൂഢാലോചനയാണ്. ഗൂഢാലോചന, പ്ലോട്ട്. ആദ്യം തന്നെ അതിനകത്തൊരു റേപ്പ് ഉണ്ടായിരുന്നു. റേപ്പ് അല്ലെ, ബലാത്കാരം. എനിക്ക് തോന്നുന്നു അവൻ ബേത്ശബയോട് അനുവാദമൊക്കെ ചോദിച്ചിട്ടുണ്ട്. രാജാവ് ഉപയോഗിച്ചു. അതത്രേ ഉള്ളൂ. രാജാവിന് അധികാരപ്പെട്ടതാകുന്ന രീതിയിൽ ഒരു വസ്തുവിനെ പോലെ അവളെ കണക്കാക്കി. ഇനി അത് പ്രഗ്നന്റ് ആകുന്നുണ്ട്. അപ്പൊ അവിഹിത ബന്ധത്തിൽ ഒരു ജാരസന്തതി ജനിക്കുന്നു. ഇനി പ്ലോട്ടുകൾ തയ്യാറാക്കണം. അവൻ ഉറിയായ അവിടെ നിന്ന് വിളിക്കുന്നു. എന്നിട്ട് അവനോട് പോയി കിടന്നുറങ്ങാൻ ഭാര്യയുടെ അടുത്ത് പോകാൻ പറയാം. അപ്പൊ അതിനർത്ഥം ഈ പിതൃത്വം കൈമാറണം മറ്റൊരാളിലേക്ക്. അവസാനം കൊലപാതകം ചെയ്യണം. എന്നിട്ട് ഹൈഡ് ചെയ്ത് അവൻ പെരുമാറുന്നുണ്ട്. നാഥൻ വന്ന് അവനോട് പറയുമ്പോ അവൻ, അയ്യോ, ഓഹോ, കുഞ്ഞാടിനെ കൊന്നവൻ ദുഷ്ടൻ, അവൻ ഇപ്പൊ തന്നെ വധിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ ധാർമ്മിക രോഷമൊക്കെ കൊള്ളുന്നു. കണ്ടോ, ഞാനും നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ചില കാര്യങ്ങൾ ധാർമ്മിക രോഷമൊക്കെ കൊള്ളും. പക്ഷെ നമ്മളത് ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നതായിരിക്കും. കാരണം പിടിച്ചു നിൽക്കേണ്ട സമൂഹത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഈ കാപട്യം നമ്മിലൊക്കെ ഉണ്ട്. അപ്പൊ നോക്കി, ഈ ദാവീദ് ചെയ്ത പാപങ്ങൾ നോക്കി: ബലാത്കാരം, ഗൂഢാലോചന, അവിഹിത ബന്ധം, അതുപോലെ തന്നെ കൊലപാതകം, കുറ്റം മറ്റൊരാളിലേക്ക്, ഒരു നിഷ്കളങ്കനിലേക്ക് കൈമാറാൻ ശ്രമിച്ചത്, അതിനുവേണ്ടി യുദ്ധക്കളത്തിലേക്ക് അവന് തന്നെ ഉറിയയുടെ കയ്യിൽ അവനെ കൊല്ലാനുള്ള കത്തുമായിട്ടാണ് അവൻ പോണത്. ഇത് സ്വയം മരണത്തിനുള്ള കത്തുമായിട്ട് ചെല്ലുക. വേറൊരാൾ അക്കംപ്ലീസ് ഇതിനകത്ത് കയറി വരും. യോവാബ് അക്കംപ്ലീസ് ആണ്, കുറ്റത്തിൽ, ക്രൈമിൽ പാർട്ട്ണറായിട്ട് മാറും. ഓക്കെ, അപ്പൊ അവിശ്വസ്തതയുടെ കഥകൾ നമ്മൾ ഇന്ന് സമൂഹ മാധ്യമം, കൂടത്തായി ജോളിയുടെ കേസ്, ഒരെണ്ണത്തിന് വേണ്ടി അടുത്തത്, 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 സീരിയൽ കില്ലറായിട്ട് മാറുന്നതാണ്. ഇതൊക്കെ ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ കുറ്റം ചെയ്യുന്നവരുടെ മാനസികാവസ്ഥ ശ്രദ്ധിച്ചു നോക്കി. നിഷ്കളങ്കനായിരുന്ന മനുഷ്യൻ, അയ്യോ നമ്മുടെ അയൽവക്കത്തെ പയ്യൻ, പെട്ടെന്നാണ് ഒരു നാൾ നമ്മൾ അറിയുന്നത് ഒരു വലിയൊരു കൊലപാതകയാണ്, വലിയ പ്രശ്നക്കാരനാണ്. കുറ്റം ചെയ്യുന്നവരുടെ മാനസികാവസ്ഥ നോക്കി. ഒന്നിനൊന്ന് നുണകൾ പറയും,
മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യും, നല്ല ചമയുന്നു, ഒരു പ്രത്യേക മാനസികാവസ്ഥ, ഹൃദയം കഠിനമാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കും നോമ്പ് കാലത്ത് ഹൃദയം കഠിനമാക്കരുതേ എന്നൊരു ചിന്ത നമ്മൾ കൈമാറുന്നു. ഓക്കെ, നമ്മൾ ഇതെല്ലാം സംസാരിച്ചത് മറ്റാരുടെയും ജീവിതത്തിൽ കുറ്റങ്ങൾ കണ്ടെത്താനല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒളിഞ്ഞിരിക്കുന്നു. പാപം പടിവാതിൽക്കൽ പതുങ്ങിയിരിക്കുന്നു അല്ലെ? കായന്റെ കഥയിൽ നമ്മൾ പറയുന്നുണ്ട്, പടിവാതിൽക്കൽ പതുങ്ങിയിരിക്കുന്നു. എന്നിലും നിങ്ങളിലും ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. ഞങ്ങളുടെ നിർത്തിയാണ്. ദാവീദിന്റെ ബത്ശബയുള്ള കഥയിൽ നമ്മൾ കണ്ടെത്തിയ കുറെ കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്യാം. ഒന്നാമത്തേത്, ദാവീദിനെ പാപത്തിലേക്ക്, പ്രലോഭനത്തിലേക്ക് നയിക്കാൻ കാരണമായത് അവന്റെ തന്നെ ചില സാഹചര്യങ്ങളായിരുന്നു. പാപം എന്നുള്ളത് അവനില് ഒരു അനുതാപ ചിന്തയിലേക്ക് പോകുന്നു. ആദ്യം ചെയ്തപ്പോൾ അത് പിന്നെ ഓക്കെ ആയി മാറി. അതുകൊണ്ട് സാഹചര്യങ്ങൾ, ഒരുപാട് സ്ത്രീകൾ അതിനൊരു നോർമൽസി ആയിട്ട് മാറുകയാണ് പാപത്തിന്റെ തലത്തില്. രണ്ടാമത്തേത്, ഈ ഗൂഢതന്ത്രങ്ങൾ മെനയില് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ സമയം ആയതുകൊണ്ട് നിർത്തുകയാണ്. സ്വാഭാവികമായിട്ട് ഇതിൽ നിന്ന് കിട്ടിയ ആശയങ്ങൾ ചോദ്യങ്ങളായും ചിന്തകളായും പരസ്പരം ചർച്ച ചെയ്യാനുള്ള വിഷയമായിട്ട് നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, ദൈവജൻസ്.